വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളുമെവിടെ ക്രൂരനിഷാദ ശരം കൊണ്ട് നീറുമി നെഞ്ചിലെന്നാത്മ പ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യൻ്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർഗവാതിൽ ഏകാദശിയായിട്ട് നമുക്ക് കുചേലനെ എങ്ങനെയാണ് ദാരിദ്ര്യം ഉണ്ടായതെന്നും അത് മാറിയ കഥയും നമുക്ക് കേട്ടാലോ. ഒരു ഗ്രാമത്തിൽ ഭക്തയായൊരു ബ്രാഹ്മണി ഉണ്ടായിരുന്നു. ദരിദ്രയായ അവർ ഭിക്ഷ യാചിച്ചിട്ടാണ് ജീവിതം കഴിച്ചു പോന്നത്. പല ദിവസങ്ങളിലും അവർ പട്ടിണിയായിരുന്നു. ഒരു ദിവസം ഭിക്ഷ യാചിച്ച് കിട്ടിയത് ഒരു പൊതി കടലയായിരുന്നു. അത് ഭഗവാനെ നിവേദിച്ച ശേഷം കഴിക്കാമെന്ന് വിചാരിച്ച അവർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ആ രാത്രി അവിടെ കയറിയ കള്ളന്മാർ സ്വർണ്ണ നാണയമാണെന്ന് കരുതി അത് എടുത്തു. അപ്പോഴേക്കും ഉണർന്ന് അവർ ബഹളം വെച്ചു. കള്ളന്മാർ ഓടി രക്ഷപ്പെട്ട് ശ്രീകൃഷ്ണനും സുദാമാവും വിദ്യ അഭ്യസിക്കുന്ന സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ ഒളിച്ചു. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുമ്പോൾ കള്ളന്മാർ കടലപ്പൊതി അവിടെ ഉപേക്ഷിച്ചു. ഇതൊന്നും അറിയാതെ ബ്രാഹ്മണി എൻ്റെ കടല ആര് ഭക്ഷിച്ചുവോ അവർ ദരിദ്രരായി പോവട്ടെ എന്ന് ശപിച്ചു. പിറ്റേന്ന് രാവിലെ ഗുരുമാതാവിനെ കടലപ്പൊതി കിട്ടുകയും ശ്രീകൃഷ്ണനും സുദാമാവും കാട്ടിലേക്ക് വിറക് പെറുക്കാൻ പോകുമ്പോൾ രണ്ടുപേരും വിശക്കുമ്പോൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. ജന്മനാ ബ്രഹ്മജ്ഞാനിയായ സുദാമാവിനെ ഈ പൊതി കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ രഹസ്യം മനസ്സിലായി. ഗുരുമാതാവ് പറഞ്ഞതിന് പ്രകാരം കടല ശ്രീകൃഷ്ണനെ കൊടുത്താൽ തൻ്റെ പ്രിയ സുഹൃത്തും ദരിദ്രനാകും, സൃഷ്ടി മുഴുവനും ദാരിദ്ര്യം അനുഭവിക്കും. ഇത് മനസ്സിലാക്കിയ സുദാമാവ് ശ്രീകൃഷ്ണനെ കടല കൊടുക്കാതെ മുഴുവനും കഴിച്ചു. അങ്ങനെ ആ കടല മുഴുവൻ കഴിച്ച് ദാരിദ്ര്യത്തിൻ്റെ ശാപം സ്വയം സുദാമാവ് വരിച്ചു. അങ്ങനെയാണ് കുചേലൻ ദരിദ്രനായത്. ഇനി കുചേലന് ദാരിദ്ര്യം മാറി എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയ കഥ കേട്ടാലോ. ഒരു ദിവസം കുചേലൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഒരു നേരത്തെ ആഹാരം കൂടി കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുകയല്ലേ. ജീർണിച്ച് പഴകിയ നമ്മുടെ ഈ കുടിൽ എപ്പോഴാണ് തകർന്നു വീഴുക എന്നറിയില്ല. മാറിയെടുക്കാൻ ഒരു നല്ല വസ്ത്രം പോലും നമുക്കില്ല. ഇത്രയും കഷ്ടത്തിൽ കഴിയുന്ന നമ്മളെ ഭഗവാൻ ഒന്ന് കടാക്ഷിക്കാത്തത് എന്താണ്? അങ്ങാണെങ്കിൽ സദാസമയവും പൂജയും നാമസങ്കീർത്തനവുമായി കഴിയുന്നു. അങ്ങയുടെ സതീർത്ഥ്യനും സഖാവുമാണ് ലോകനാഥനായ കൃഷ്ണൻ. എത്രയോ ബ്രാഹ്മണർ ദ്വാരകയിൽ പോയി ധനം കൊണ്ടുവരുന്നു. കൃഷ്ണൻ അത്യന്തം ദാനശീലനാണെന്ന് പലരും പറയുന്നു. ഭവതി പറഞ്ഞതെല്ലാം ശരി തന്നെ. പക്ഷേ വിദ്വാനായ വിപ്രൻ ഭിക്ഷ യാചിക്കുന്നത് നിഷിദ്ധമാണ്. ഞാൻ എങ്ങനെയാണ് കൃഷ്ണനോട് എന്തെങ്കിലും യാചിക്കുക? ഓരോ മനുഷ്യരും അവരുടെ കർമ്മഫലം അനുഭവിച്ചു തീർക്കുക തന്നെ വേണം. അവരുടെ ദാരിദ്ര്യത്തെപ്പറ്റി സർവജ്ഞനായ അവിടുന്ന് അറിയാതിരിക്കുമോ? ഭഗവാൻ നമുക്ക് തരുന്നില്ലെങ്കിൽ നാം അതിന് അർഹരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഐഹിക സുഖങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ആ കരുണാമയനെ പൂജിക്കുന്നത്. ഭക്തൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ് ആ കരുണാമൂർത്തിയെന്ന് മനസ്സിലാക്കിക്കൊള്ളും. ദാതാവും കൃപാനിധിയുമായ ഭഗവാനോട് ഞാൻ യാചിച്ചാൽ ഞാൻ പിന്നെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ മിത്രമാകും? പകരം ഞാനൊരു യാചകൻ മാത്രമേ ആവുകയുള്ളൂ. ഞാൻ ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ചേ തൃപ്തി അടഞ്ഞുകൊള്ളാം. അദ്ദേഹത്തിൻ്റെ പത്നി വിനയത്തോടെ വീണ്ടും പറഞ്ഞു, നാഥ, അങ്ങ് ദ്വാരകാപുരി വരെ ഒന്ന് പോയി വരൂ. വളരെ കാലമായി കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ കൃഷ്ണനെ ഒന്ന് കണ്ടുവരിക. അങ്ങ് അദ്ദേഹത്തോട് ഒന്നും യാചിക്കണ്ട. ഭഗവാനെ കണ്ടാൽ തന്നെ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാവും.
പ്രിയേ, രാജാക്കന്മാരും ദേവഗന്ധർവ കിന്നരന്മാരും ആജ്ഞ കൂടാതെ ചെല്ലാൻ മടിക്കുന്നിടത്ത് ദീനനും വൃദ്ധനുമായ ഞാൻ എങ്ങനെ കയറി ചെല്ലും? അങ്ങയുടെ വരവ് ഇപ്പോൾ തന്നെ അങ്ങയുടെ പ്രിയ കൂട്ടുകാരൻ അറിഞ്ഞിട്ടുണ്ടാവും. ഭഗവാന്റെ ഭക്തവാത്സല്യത്തെപ്പറ്റി എത്രയെത്ര കഥകളാ കേൾക്കുന്നത്. അവസാനം തൻ്റെ പത്നിയുടെ പ്രേരണയാൽ കുചേലൻ ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തായാലും അവിടം വരെ പോയാൽ കൃഷ്ണനെ ഒന്ന് കാണാമല്ലോ. അഥവാ കൃഷ്ണൻ എന്തെങ്കിലും തന്നാൽ അത് കൊണ്ടുവന്ന് നിനക്ക് തരാം. പക്ഷേ എൻ്റെ മിത്രത്തോട് ഞാൻ യാചിക്കുന്നത് ധർമ്മമല്ല. രാജാവായ അദ്ദേഹത്തിനെ കാണാൻ വെറും കൈയോടെ പോകുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഭഗവാനെ കാഴ്ചവെക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവണ്ടേ? നാഥ, ഇവിടെ ഒരു മണി ധാന്യം പോലുമില്ല. ദ്വാരകാനാഥനായ കൃഷ്ണനെ എന്താണ് തരിക? ഒടുവിൽ അയൽ വീടുകളിൽ പോയി ആ പതിവ്രത കുറച്ച് നെല്ല് യാചിച്ചു കൊണ്ടുവന്ന് കുത്തി അവിലാക്കി ഒരു കീറിയ തുണിയിൽ കെട്ടി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. കുചേലൻ നല്ലവണ്ണം കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് കുചേലൻ ദ്വാരകയിലെത്തി. ആരോടാണ് കൃഷ്ണനെ അന്വേഷിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത് എന്നറിയാതെ കണ്ടവരോടെല്ലാം ശ്രീകൃഷ്ണ മന്ദിരം എവിടെയാണെന്ന് അന്വേഷണം തുടങ്ങി. ഇത് കേട്ട കാവൽക്കാരൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഇവിടെ എല്ലാ ഗൃഹങ്ങളിലും കൃഷ്ണൻ വസിക്കുന്നു. കുചേലൻ അടുത്തു കണ്ട ഒരു മാളികയിലേക്ക് നടന്നു. ദൂരെ നിന്നേ നടന്നു വരുന്ന തൻ്റെ പ്രിയമിത്രത്തെ കണ്ട കൃഷ്ണൻ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി വന്നു. പ്രേമാശ്രുക്കൾ ഒഴുകുന്ന കണ്ണുകളോടെ തൻ്റെ സതീർത്ഥനെ ഗാഠം ആലിംഗനം ചെയ്തു. സുധാമാവിൻ്റെ കയ്യും പിടിച്ച് ഭഗവാൻ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. സ്വർണപാത്രത്തിൽ വെള്ളമെടുത്ത് ലോകത്തിൻ്റെ നാഥൻ തൻ്റെ ഭക്തനും പ്രിയ സുഹൃത്തുമായ കുചേലൻ്റെ കാൽ കഴുകി ആ തീർത്ഥം മൂർധാവിൽ തളിച്ചു. കൃഷ്ണനാൽ ആദരിക്കപ്പെട്ട ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഭഗവാന്റെ പത്നിമാരെല്ലാം അങ്ങോട്ട് ഓടിയെത്തി. കാൽ കഴുകിച്ചതിന് ശേഷം കുചേലൻ തൻ്റെ കട്ടിലിലിരുത്തി പുഷ്പങ്ങൾ കൊണ്ടും തുളസീദളം കൊണ്ടും പൂജിച്ചു. കൃഷ്ണപത്നിമാർ ഇതെല്ലാം കണ്ട് വിസ്മയിച്ച് തമ്മിൽ പറഞ്ഞു, ഇത്രയും സുഹൃതിയായ ഈ ബ്രാഹ്മണൻ ആരാണാവോ? ഇദ്ദേഹം എന്തു തപസ് ചെയ്തിട്ടാണ് ഈ പുണ്യം നേടിയിരിക്കുന്നത്? നോക്കൂ, ഒരു ജ്യേഷ്ഠനെ പോലെയല്ലേ ഭഗവാൻ ഇദ്ദേഹത്തെ പൂജിക്കുന്നത്. പിന്നീട് കൃഷ്ണനും കുചേലനും ഗുരുകുലത്തിലെ പഴയ ഓരോ കഥകൾ പറഞ്ഞിരുന്നു. ഗുരുവിൻ്റെ ആശ്രമം വിട്ട ശേഷം നാം പിന്നീട് കണ്ടിട്ടില്ല. കാലം എത്ര കഴിഞ്ഞു? അങ്ങയുടെ വിവാഹം കഴിഞ്ഞുവോ? ഗൃഹത്തിലെല്ലാം ക്ഷേമമായിരിക്കുന്നുവോ? ഭഗവാന്റെ കുശല പ്രശ്നങ്ങൾ കേട്ട കുചേലൻ ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ. തൻ്റെ വിഷമങ്ങൾ ഭഗവാനോട് പറയാൻ മടിച്ചു. പിന്നെ കൃഷ്ണൻ ഗുരുകുലത്തിൽ ഗുരുപത്നി വിറകിന് പോയതും അന്ന് കാട്ടിലകപ്പെട്ടു പോയതും പിറ്റേ ദിവസം ഗുരു നമ്മെ തിരഞ്ഞു വന്ന് നമ്മളെ അദ്ദേഹം അനുഗ്രഹിച്ച് കൂട്ടിക്കൊണ്ടുപോയതും ഓർമ്മയില്ലേ കുചേല? ഭഗവാൻ പറഞ്ഞത് കേട്ട് കുചേലൻ പറഞ്ഞു, കൃഷ്ണ, അങ്ങ് ഈ ലോകത്തിൻ്റെ ഗുരുവാണ്. നമ്മുടെ ഗുരുവായ സാന്ദീപനിയെ അങ്ങ് വണങ്ങുന്നത് മനുഷ്യഭാവേനയുള്ള അങ്ങയുടെ അഭിനയമാണെന്ന് എനിക്കറിയാം. ഈ വിധ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ടും കുചേലൻ താൻ കൊണ്ടുവന്ന അവിൽക്കിഴി ഭഗവാനെ കൊടുത്തില്ല. ഇത്രയും തുച്ഛമായ ഒരു വസ്തു യദുകുലാധിപനായ കൃഷ്ണനെ എല്ലാവരും കാണുകെ എങ്ങനെയാണ് കൊടുക്കുക? ലജ്ജഭാരം കൊണ്ട് കുചേലൻ അവിൽ ഒളിച്ചു വെച്ചു. എന്നാൽ ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കുചേലൻ ഒരിക്കൽ പോലും ധനത്തിന് വേണ്ടി തന്നെ ഭജിച്ചിട്ടില്ല. മറിച്ച് മോക്ഷത്തിന് വേണ്ടി അടങ്ങാത്ത അചഞ്ചലമായ ഭക്തിയാണ് തന്നോടുള്ളത്. ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതെ വലഞ്ഞ് തൻ്റെ പത്നിയുടെ പ്രേരണയാൽ ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്. കുചേലൻ്റെ പത്നി എനിക്ക് വേണ്ടി കൊടുത്തയച്ച അവിൽപ്പൊതി ലജ്ജ കൊണ്ട് എനിക്ക് തരാതെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഏതായാലും യാചിച്ചു നോക്കാം. ഭഗവാൻ ഈ വിധമെല്ലാം ചിന്തിച്ച് കുചേലനോട് ചോദിച്ചു, കുചേല, നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുകയല്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. എത്ര കുറച്ചാണെങ്കിലും എൻ്റെ ഭക്തൻ തരുമ്പോൾ അതെനിക്ക് വളരെ വലുതാണ്. ഇങ്ങോട്ട് തരൂ കുചേല. ഇലയോ പൂവോ കായോ വെള്ളമോ എന്തു തന്നെയായാലും ഭക്തിയോടെ എനിക്ക് സമർപ്പിച്ചാൽ ഞാനത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. അത്രയും മഹത്വം ഞാൻ മറ്റൊന്നിനും കൽപ്പിക്കുന്നില്ല.
ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടും കുചേലൻ അവിൽ കൊടുക്കാൻ മടിച്ചു. ഇത് കണ്ട് ഭഗവാൻ പെട്ടെന്ന് തന്നെ ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവിൽ പൊതി പിടിച്ചു വാങ്ങി. കുചേല, ഈ ലോകങ്ങളെല്ലാം എനിക്ക് സമർപ്പിച്ചാലും ഞാൻ ഇത്രയും തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞ് ഒരു പിടി അവിൽ വാരി വായിലാക്കി. ഗോകുലം വിട്ടതിൽ പിന്നെ ഇത്ര സ്വാദുള്ള അവിൽ ഞാൻ തിന്നിട്ടില്ല. പണ്ട് യശോദ മാതാവിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇത്രയും സ്വാദുള്ള അവിൽ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു പിടികൊണ്ട് തന്നെ ഭൂമിയിൽ അനുഭവിക്കാവുന്ന സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ കുചേലനെ മനസാ ദാനം ചെയ്തു. ഇനി പാതാള സമ്പത്ത് കൂടി ദാനം ചെയ്തേക്കാമെന്ന് കരുതി ഒരു പിടി അവിൽ കൂടി വാരി വായിലിടാൻ ഒരുങ്ങിയപ്പോൾ വക്ഷസ്ഥലത്ത് നിന്നും ലക്ഷ്മി ദേവി എഴുന്നേറ്റ് ഭഗവാന്റെ തൃക്കൈ കടന്നു പിടിച്ചു പറഞ്ഞു, യാതൊരു അപരാധവും ചെയ്യാത്ത എന്നെ എന്തിനാണ് അങ്ങ് ഉപേക്ഷിക്കുന്നത്? ആ ഒരു പിടി അവിൽ കൂടി ഭഗവാൻ കഴിച്ചാൽ ലക്ഷ്മി ദേവിക്ക് കുചേലൻ്റെ ദാസ്യവൃത്തി ചെയ്യേണ്ടി വരും. ഭക്തൻ്റെ ദാസ്യവൃത്തി ചെയ്യുന്നതിൽ ഒട്ടും മടിയില്ലെങ്കിലും ഭഗവാന്റെ വിരഹദുഃഖം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നായിരുന്നു ദേവിയുടെ ഭയം. ഒരു പിടി അവിൽ കഴിച്ചതുകൊണ്ട് തന്നെ കുചേലൻ ഇന്ദ്രനെ തുല്യനായി തീർന്നു. ആ രാത്രി സുഖമായി താമസിച്ച് പിറ്റേന്ന് കാലത്ത് ഭഗവാനെ നമസ്കരിച്ച് യാത്രാനുമതി വാങ്ങി കുചേലൻ തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. തൻ്റെ ഭക്തനെ ഭഗവാൻ മാറോടണച്ചു യാത്രയാക്കി. പക്ഷേ കുചേലനെ ഒന്നും തന്നെ കൊടുത്തതുമില്ല. ഗൃഹത്തിലേക്ക് നടക്കുമ്പോൾ കുചേലൻ ചിന്തിച്ചു, ഞാനൊന്നും ചോദിച്ചതുമില്ല, ഭഗവാൻ ഒന്നും എനിക്ക് തന്നതുമില്ല. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കുചേലൻ തൻ്റെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ കുചേലൻ അമ്പരന്നു. ചുറ്റിലും തോരണങ്ങളും കൊടിക്കൂറകളും എല്ലാം ദ്വാരക പോലെ തന്നെ ഇരിക്കുന്നു. താൻ വഴിതെറ്റി വീണ്ടും ദ്വാരകയിലെത്തിയതാണോ? അല്ല, ഇത് ദ്വാരകയല്ല. ദ്വാരകയിലെ മന്ദിരങ്ങളും മറ്റും പഴയതാണ്. ഇവയെല്ലാം ഇന്നലെ പണി തീർന്നതുപോലെ ഇരിക്കുന്നു. അദ്ദേഹം ചിന്താകുലനായി തെരുവിൽ തന്നെ പകച്ചു നിന്നു. അപ്പോഴേക്കും കുചേലൻ്റെ അയൽക്കാർ കുചേലനെ സ്വന്തം വീട് കാണിച്ചു കൊടുത്തിട്ടും അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പഴയ വീടിന് പകരം ദ്വാരകയ്ക്ക് തുല്യമായ ഒരു കൊട്ടാരം. അപ്പോഴേക്കും കുചേലൻ്റെ പത്നി അവിടേക്ക് വന്നു. കുചേലൻ്റെ പത്നി ലക്ഷ്മി ദേവിയെ പോലെ ആയി തീർന്നിരിക്കുന്നു. എല്ലാം കൃഷ്ണൻ്റെ കൃപാകടാക്ഷം. ഇതെല്ലാം കൃഷ്ണൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കിയ കുചേലൻ ആ സമ്പൽ സമൃദ്ധിയുടെ നടുവിലും ആസക്തിയോ ആകാംക്ഷയോ കൂടാതെ തൻ്റെ പത്നിയും മക്കളും കൂടി സദാ ഭഗവാനെ സേവിച്ചുകൊണ്ട് നാളുകൾ കഴിച്ചു. ഇങ്ങനെയാണ് സുദാമാവിൻ്റെ ദാരിദ്ര്യം മാറിയത്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണല്ലോ ഭഗവാനും സുദാമാവും ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തത്. ഗുരുവിനോട് ഭഗവാന് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഗുരുപത്നിയോടും. ഗുരുപത്നിയെ സ്വന്തം മാതാവായിട്ടാണ് ഭഗവാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ഗുരുപത്നി പറഞ്ഞാലും ഭഗവാൻ അത് വേഗം തന്നെ അനുസരിക്കും. അത്രയും ഇഷ്ടമായിരുന്നു ഭഗവാനെ ഗുരുപത്നിയോട്. ഈ കഥയിൽ ഭഗവാൻ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഗുരുവിനെ നമ്മൾ എങ്ങനെ ബഹുമാനത്തോടെ കാണണമെന്നും അദ്ദേഹത്തിൻ്റെ പത്നിയെ സ്വന്തം മാതാവായി കാണണമെന്നും അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ധനാവസ്ഥയിലിരിക്കുന്ന ഒരു കൂട്ടുകാരൻ, ദാരിദ്ര്യമുള്ള ഒരു കൂട്ടുകാരനെ എങ്ങനെ സഹായിക്കണമെന്നും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ എങ്ങനെ നമ്മൾ സ്വീകരിക്കണമെന്നും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കഥയിൽ ഭഗവാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ കുചേലൻ ആത്മീയതയ്ക്കാണ് ഏറ്റവും, അതിലുള്ള മുന്നേറ്റത്തിനാണ് ഭഗവാനെ വിളിച്ചിരുന്നത്. ഒരിക്കലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഭഗവാനെ അദ്ദേഹം വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കാതെ തന്നെ കുചേലനെ ഭഗവാൻ എല്ലാം വാരിക്കോരി കൊടുത്തത്. അതുപോലെ നമുക്കും ഭഗവാനോട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറാനായി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കഥകളായി വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്വർഗവാതിൽ ഏകാദശി വളരെ സന്തോഷത്തോടു കൂടി എടുക്കാനും ഭഗവാനോട് ചേർന്നിരിക്കാനും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.